ഹായ്, നമുക്കൊന്ന് ഒരു പുട്ട് ബീഫ് ഉണ്ടാക്കാം. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. പാത്രം ചൂടായി ഒരു 2 സവോള ചെറുതായി പൊടിപ്പൊടിയായി അരിഞ്ഞിട്ട് വഴറ്റി അതിനകത്തേക്ക് നമ്മൾ ബീഫ് കറി വെച്ചത് എടുത്ത് അതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് അത് അതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കി ചൂടാക്കി അതങ്ങ് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മൾ പുട്ട് പൊടി നനച്ച് അതിനകത്ത് തന്നെ ഞാൻ തേങ്ങ ചിരവിയിട്ടിട്ട് പൊടി നനയ്ക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ പുട്ട് പാത്രത്തിൽ വെള്ളം വെച്ചു, അത് ചൂടാകുമ്പോഴേക്കും കുറച്ച് പുട്ടിൻ്റെ പൊടിയിട്ടു, അതിനകത്ത് കുറച്ച് ബീഫ് നമ്മൾ മിക്സി ആക്കി ഇത് വെച്ചു, അതിനുശേഷം പിന്നെയും പൊടിയിട്ടു, പിന്നെ ആവിക്ക് വെച്ചു. ഇതിപ്പോൾ ഞാൻ ചിരട്ടപ്പുട്ടും ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ കുറ്റിയിലുള്ള പുട്ടും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ട്രിപ്പ് അതുണ്ടാക്കി അപ്പോഴത്തേക്കും കുറ്റിയിലുള്ള പുട്ടും ഉണ്ടാക്കിയേ. അങ്ങനെ നമ്മുടെ 2 പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും